PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കുന്ന കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കേരാഫെഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 മൊഡ്യൂളുകളായിട്ടാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ ആണ്. നമുക്കറിയാം കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത് ലാറ്റിൻ വേർഡായ കോ ഓപ്പറാരിയിൽ നിന്നാണ്. കോ ഓപ്പറാരി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേഷൻ എന്ന വാക്കുണ്ടായത്. കോ ഓപ്പറാരി മീൻസ് വർക്കിംഗ് ടുഗദർ. കോ ഓപ്പറാരി ലാറ്റിൻ വേർഡ്, അതിൻ്റെ അർത്ഥം വർക്കിംഗ് ടുഗദർ. ജനറലി ഇറ്റ് ഇംപ്ലൈസ് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. VL മേത്ത കോർപ്പറേഷനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: കോർപ്പറേഷൻ ഈസ് എ വാസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് പ്രൊമോട്ട്സ് വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവിംഗ് കോമൺ നീഡ്സ് who combine towards the achievement of common economic needs. According to VL Mehta, cooperation is a vast movement which promotes voluntary association of individuals having common needs who combine towards the achievement of common economic needs. കോർപ്പറേഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ്, വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അതുപോലെ തന്നെ ഇതിനൊരു ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഒബ്ജക്റ്റീവ്. കോർപ്പറേഷൻ്റെ എയിം എന്ന് പറയുന്നത് സർവീസാണ്. സർവീസ് മോട്ടീവ് എന്നത് കോർപ്പറേഷൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് ബേസിസ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റ്. സോഷ്യോ എക്കണോമിക് മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോർപ്പറേഷൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ലോകത്ത് ആദ്യമായി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. അതൊരു കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ രൂപത്തിലായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഫസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്. ലേറ്റർ ഓൺ ഇറ്റ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജർമ്മനി ആൻഡ് ഇറ്റലി. പിന്നീട് ജർമ്മനിയിലും ഇറ്റലിയിലും കോർപ്പറേഷൻ രൂപം കൊണ്ടു. ആദ്യമായി ഒറിജിനേറ്റ് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ ഇംഗ്ലണ്ട്. ശ്രദ്ധിക്കണം, ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ജർമ്മനി, ക്രാഡിൽ ഓഫ് കോർപ്പറേഷൻ ഇംഗ്ലണ്ട്. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1844. 1844 ഇംഗ്ലണ്ടിൽ ലോകത്ത് ആദ്യമായി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് റോക്ക്ഡെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപത്തിലാണ്. റോക്ക്ഡെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊണ്ട വർഷം 1844. ഇമ്പോർട്ടൻ്റ് ആണ്. റോക്ക്ഡെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1844. ഇംഗ്ലണ്ടിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനീഴ്സ് ആയിരുന്നു റോബർട്ട് ഓവനും ഡോക്ടർ വില്യം കിങ്ങും. കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. സഹകരണ വിദ്യാഭ്യാസം, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വില്യം കിങ്. ഡോക്ടർ വില്യം കിങ് ആണ് ആദ്യത്തെ സഹകരണ ജേണലായ കോഓപ്പറേറ്റർ പബ്ലിഷ് ചെയ്തത്. ഡോക്ടർ വില്യം കിങ്ങും റോബർട്ട് ഓവനും ഇംഗ്ലണ്ടിലെ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനീഴ്സ് ആയിരുന്നു. ഫോറിൻ കോർപ്പറേഷൻ, ഫോറിൻ കൺട്രീസിലെ കോർപ്പറേഷൻ വളരെ വിശദമായി 10ാമത്തെ മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കാം. റോക്ക്ഡെയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതും വേറൊരു ടോപ്പിക്കായി സിലബസിൽ വരുന്നുണ്ട്.
ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ആണ്. ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകത ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. രണ്ടാമത് ജർമ്മനിയിലാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ദ സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. FW റേഫിഷ്യനും ഷൂൾസുമാണ് ജർമ്മനിയിലെ രണ്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനിയേഴ്സ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ജർമ്മനി. ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ജർമ്മനിയുടെ പ്രത്യേകത ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഇൻ ജർമ്മനി റേഫിഷ്യൻ ഓർഗനൈസ്ഡ് റൂറൽ ബാങ്ക്സ് ആൻഡ് ഷൂൾസ് ഓർഗനൈസ്ഡ് അർബൻ ബാങ്ക്സ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് ജർമ്മനിയിൽ രൂപം കൊണ്ടു, റൂറൽ ബാങ്ക്സ് ആൻഡ് അർബൻ ബാങ്ക്സ്. മൂന്നാമതായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനീഴ്സ് ആയിരുന്നു ലൂയിസി ലുസാട്ടി ആൻഡ് വൂളൻബർഗ്. Lusati organized urban cooperative credit societies known as Banca Popular, which means People's Bank. ലുസാട്ടി ഓർഗനൈസ് ചെയ്ത അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ബൻഗ പോപ്പുലാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ അർത്ഥം പീപ്പിൾസ് ബാങ്ക് എന്നാണ്. വൂളൻബർഗ് ഇറ്റലിയിൽ റൂറൽ ബാങ്ക്സ് ഫോം ചെയ്തു. അത് കസേ റൂറാലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ഇന്ത്യൻ കോർപ്പറേഷൻ്റെ ഹിസ്റ്ററിയാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1904 ആക്ട്. 1904 ആക്ട് നിലവിൽ വന്നത് 1904 മാർച്ച് 25. ഈ ഒരു ആക്ട് നിലവിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നില്ല. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 1892 മദ്രാസ് ഗവൺമെൻറ് ഫ്രെഡറിക് നിക്കോൾസനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഫ്രെഡറിക് നിക്കോൾസൺ ജർമ്മനിയിലെ റേഫിഷ്യൻ സൊസൈറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുകയും 1895 ഫൈൻഡ് റേഫിഷ്യൻ എന്ന പേരിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 1899 നിക്കോൾസൺ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ രൂപീകരണം റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു ഫ്രെഡറിക് നിക്കോൾസൻ്റേത്. 1901 ഫാമിൻ കമ്മീഷനും ഈയൊരു ആവശ്യം ഉന്നയിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 1901 ബ്രിട്ടീഷ് ഗവൺമെൻറ് എഡ്വാർഡ് ലോയെ ചെയർമാനാക്കിക്കൊണ്ട് എഡ്വാർഡ് ലോ കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് 1904 ആക്ട് നിലവിൽ വരുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഫ്രെഡറിക് നിക്കോൾസൺ. 1904 ഈ ആക്ടിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നു. 29 സെക്ഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും റൂൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുപോലെ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റീസ് ഫോം ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നില്ല. ഫെഡറൽ സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നോ പ്രൊവിഷൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർസ്. നോ പ്രൊവിഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ കേസ് ഓഫ് റൂറൽ സൊസൈറ്റി. ഇങ്ങനെയുള്ള 1904 ആക്ടിൻ്റെ ലിമിറ്റേഷൻസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ടിന് 50 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ആക്ട് പ്രകാരം നോൺ ക്രെഡിറ്റ്, സെൻട്രൽ, ഫെഡറൽ, അപ്പെക്സ് സൊസൈറ്റീസിനെ രൂപീകരിക്കാൻ കഴിയുമായിരുന്നു. സൊസൈറ്റീസിനെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് എന്നും തരംതിരിക്കാൻ കഴിയുമായിരുന്നു. ഒരു സൊസൈറ്റിക്ക് മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പറാകാമായിരുന്നു. ഇങ്ങനെ 1904 മുതൽ 1911 വരെയുള്ള ആ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എന്നാണ് 1904 മുതൽ 1911 വരെയുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഹറീഡ് എക്സ്പാൻഷനാണ്. അത് 1912 ടു 1918, 1912 മുതൽ 1918 വരെ. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷനാണ്. 1919 മുതൽ 1929 വരെ. ഫോർത്ത് സ്റ്റേജ് പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ 1930 മുതൽ 1939 വരെ. ഫിഫ്ത്ത് സ്റ്റേജ്
പീരീഡ് ഓഫ് റിക്കവറി 1940 മുതൽ 1947 വരെ. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ് പറഞ്ഞത്. 5 സ്റ്റേജ് ഉണ്ട്. പീരീഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്, പീരീഡ് ഓഫ് ഹറീഡ് എക്സ്പാൻഷൻ, പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ, പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ, പീരീഡ് ഓഫ് റിക്കവറി. അടുത്തത് വാല്യൂസ് ഓഫ് കോപ്പറേഷൻ. The cooperatives organized all over the world have given importance to certain values: self-help, self-responsibility, democracy, equality, equity, solidarity, honesty, openness, social responsibility and caring for others. കോപ്പറേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി, ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് കെയറിംഗ് ഫോർ അതേഴ്സ്. ഏപ്രിൽ 23 നടക്കുന്ന കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ സിലബസിലെ 1ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ടോപ്പിക്കായ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്